സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പടച്ചതമ്പുരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ച് അതീവ സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ സമീപിക്കണമെന്ന് മുത്തഖികളും മുഹ്സിനുകളുമായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളിൽ ഓരോരുത്തരെയും സവിശേഷമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ ഇരുലോകത്തും വിജയിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷകരമായ, ഏറെ ആഹ്ലാദകരമായ ഒരു പെരുന്നാൾ ദിനത്തിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, ജുമുഅക്ക് വേണ്ടി. ഈ ദിവസത്തെ അല്ലാഹു അനുവദിച്ചതു പ്രകാരം ആഘോഷിക്കുവാൻ നമ്മയും നമ്മുടെ കുടുംബത്തെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഖുതുബയിൽ ചെറിയ ഒരു നസീഹത്തായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണർത്തുന്നത്. നാവ് വരണ്ടു പോകുന്ന നല്ല ചൂടുള്ള ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ തവണ റമദാൻ വന്നത്. വലിയ പ്രയാസത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ പലരും നോമ്പെടുത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പ്രതികൂലമായ ഈ ഒരു കാലാവസ്ഥയിലും നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, പടച്ച തമ്പുരാന്റെ കൽപ്പന നമുക്കുണ്ട് എന്നതാണ് അതിൻ്റെ മറുപടി. അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ ആ തീരുമാനത്തെ ഓരോ സമയവും അനുസരിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്താലാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പ് നോറ്റത്. പവിത്രമായ ഈ വേദഗ്രന്ഥം, വിശുദ്ധ ഖുർആൻ നിങ്ങളിലേക്ക് അവതീർണമായ ഈ മാസത്തിൽ ആരെങ്കിലും സാക്ഷികളായിട്ട് ഉണ്ട് എങ്കിൽ അവർ നോമ്പെടുക്കണം. അള്ളാഹുവിൻ്റെ തീരുമാനത്തെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ മുസ്ലിം എന്ന നിലക്ക് നമ്മൾ അതിനെ ഏറ്റെടുത്തതാണ്. ഇന്നലെ വരെ നോമ്പെടുത്ത നമ്മൾ ഇന്ന് നോമ്പെടുക്കുന്നില്ല. ഒരാൾ അതീവ തഖ്വ പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പോലും ഇന്ന് നോമ്പെടുക്കാൻ അയാൾക്ക് പറ്റില്ല. കാരണം ഇന്ന് നോമ്പെടുക്കരുത് എന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു നിർദ്ദേശമാണ്. ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടത് മുതൽ നമ്മൾ ആഘോഷത്തെ വരെ ഒരു ആരാധനയായി സ്വീകരിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന നാമമുച്ചരിച്ച് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ധാരാളമായിട്ട് നമസ്കരിച്ച് നമ്മൾ ഈ ഇബാദത്ത്, ഈ ആഘോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നതാണ് അള്ളാഹുവിന് നമ്മളോടുള്ള നിർദ്ദേശം. അപ്പോ വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ ഇത്തരം തീരുമാനങ്ങളോട് നമ്മുടെ നിലപാട് എന്നത് അതനുസരിക്കുക എന്നതാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം വളരെ മനോഹരമായി അല്പം ത്യാഗം സഹിച്ച്, അല്പം പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും പകലുകളിൽ ദീർഘമായി നോമ്പെടുക്കുവാൻ,
റമദാനിന്റെ രാത്രികളിൽ ദീർഘമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുവാൻ നമ്മൾ തയ്യാറായത് അത് നമ്മളുടെ ഒരു ജീവിത നിലപാടാണ്. റമദാനിൽ നാം കാത്തു സൂക്ഷിച്ച ഈ ഒരു ജാഗ്രതയുണ്ടല്ലോ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളോട്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളോട് ഞാനിതാ ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ കാണിച്ച ആ നിലപാടും ജാഗ്രതയുമുണ്ടല്ലോ, അത് ഈ വിശുദ്ധ റമദാനിന് ശേഷമുള്ള സമയത്തും ജീവിതത്തിൽ പിന്തുടർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും റമദാനിൽ കുറച്ചൊക്കെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ആ നേടിയെടുത്തതിനെ കെട്ടുപോകാതെ, അതിൽ വീഴ്ചകൾ സംഭവിക്കാതെ വളരെ ജാഗ്രതയോടുകൂടി അതിനെ ചേർത്തു പിടിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പ് ഫലവത്തായി മാറുന്നത്. നമ്മൾ ഇന്ന് പുതിയ ഒരു മാസത്തിലാണ്, ശവ്വാൽ മാസത്തിലാണ്. ഓരോ ദിവസവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ഒരു ദിവസമാണ്. ഓരോ മാസവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ ഒരു മാസമാണ്. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ആത്മാവിനെ പിടികൂടുന്നത് അവരുടെ മരണസമയത്താണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാവിഹ. എന്നാൽ ഇനിയും മരിച്ചിട്ടില്ലാത്ത മനുഷ്യരുടെ ആത്മാവിനെയും അല്ലാഹു പിടികൂടുന്നുണ്ട്. എപ്പോൾ? അവരുടെ ഉറക്കത്തിൽ. അല്ലാഹു പറയുന്നു, ഫയുംസികുല്ലത്തി ഖലാ അലൈഹൽ മൗത. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഓരോ മനുഷ്യന്റെയും ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുന്നുണ്ട്. ഫയുംസികുല്ലത്തി ഖലാ അലൈഹൽ മൗത്. രാത്രിയിലെ ഈ ഉറക്കത്തിൽ മരണമാണ് അല്ലാഹു അവർക്ക് വിധിച്ചത് എങ്കിൽ അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കും. വയുർസിലുൽ ഉഖ്റ ഇലാ അജലിൻ മുസമ്മ. ആ രാത്രിയിൽ അവരുടെ മരണം അല്ലാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവിനെ അല്ലാഹു അവർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോ ഓരോ ദിവസവും നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കുകയാണ്. ഇയാൾ രാവിലെ എഴുന്നേൽക്കണ്ട എന്നതാണ് അല്ലാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ ആത്മാവിനെ അല്ലാഹു തിരിച്ചങ്ങോട്ട് കൊടുക്കൂല. അപ്പോഴാണ് നമ്മൾ പറയാ, രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതായിരുന്നു, പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടില്ല എന്ന് നമ്മൾ പറയുന്നത്. വയുർസിലുൽ ഉഖ്റ. എന്നാൽ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വച്ചതിന് ശേഷം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഇലാ അജലിൻ മുസമ്മ. നിർണിതമായ, വളരെ കൃത്യമായ ഒരു അവധി വെച്ചിട്ടാണ് അവർക്ക് ആ ആത്മാവിനെ അല്ലാഹു തിരിച്ചു കൊടുക്കുന്നത്. ഓരോ ദിവസവും നമുക്ക് പുതിയതാണ്. ഇന്ന് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അവകാശമൊന്നും അല്ല. അല്ലാഹു അവന്റെ അപാരമായ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് കനിഞ്ഞേകിയതാണ് ഈ ദിവസം. ഇന്നലെ മാസം കണ്ടതിന് ശേഷം ഇന്നലെ തക്ബീറുകൾ ചൊല്ലി കിടന്നുറങ്ങിയ ചില മനുഷ്യർ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാകില്ല. അവരിനി എഴുന്നേൽക്കണ്ട എന്നതാണ് അള്ളാന്റെ തീരുമാനം. അതേസമയം ചില മനുഷ്യർ അവരിനിയും ഒരു ദിവസത്തേക്ക് കൂടി അവരുടെ ആയുസ്സിനെ നീട്ടിക്കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമല്ലോ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യ. പടച്ചവനെ, നിന്റെ പേരുച്ചരിച്ച് ഞാൻ എൻ്റെ ജീവിതവും മരണവും അങ്ങനെയാണ് നടക്കുന്നത്. ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. പടച്ചവനെ, ഞാൻ നിന്റെ പേരുച്ചരിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. നാളെ ഇനി ഇവിടുന്ന് എഴുന്നേൽക്കുന്നതും പടച്ചവനെ നിന്റെ പേരിൽ തന്നെയാണ്. നീ എങ്ങാനും ഈ രാത്രിയിലെ എന്റെ ഉറക്കത്തിൽ എന്റെ ആത്മാവിനെ പിടിച്ചു വെക്കുകയാണെങ്കിൽ പടച്ചവനെ ഫർഹംഹ,
നീ അതിനോട് കരുണ കാണിക്കണം തമ്പുരാന്. വഇൻ അർസൽതഹാ, നീ എങ്ങാനും എന്റെ ആത്മാവിനെ നാളെ എനിക്ക് തന്നെ തിരിച്ചു തരികയാണെങ്കിൽ നിന്റെ ഒരുപാട് സ്വാലിഹീങ്ങളായ അടിമകളെ പോലെ എന്നെയും നീ സംരക്ഷിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ അമാതനി. പടച്ചവനെ, ഞാനൊരു മരണത്തിലായിരുന്നു, ആ മരണത്തിൽ നിന്ന് ഒരു ദിവസം കൂടി നീ എനിക്ക് കനിഞ്ഞു നൽകിയല്ലോ, എല്ലാ സ്തുതിയും ഞാൻ നിനക്കർപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരു ദിവസം അള്ളാഹു നമുക്ക് നൽകുന്നു എന്നത് അള്ളാഹു നമ്മളോട് ചെയ്യുന്ന അപാരമായ കാരുണ്യത്തിന്റെയും അവന്റെ കൃപയുടെയും ഭാഗമാണ്, നമ്മളുടെ ഒരു അവകാശമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വകവെച്ചു നൽകുന്ന ഓരോ ദിവസത്തെയും അതിനെ മനോഹരമായി കാണുവാനും അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ട മനുഷ്യരായി നമ്മളെ മാറ്റിയെടുക്കുവാനും നമ്മുടെ ഓരോ ദിവസത്തെയും, ഓരോ പുതിയ ദിവസത്തെയും, ഓരോ പുതിയ മാസങ്ങളെയും നമ്മൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അള്ളാഹുവിന് എന്നെ പ്രിയപ്പെട്ടവനാക്കി മാറ്റുവാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ കടന്നു വന്ന ഓരോ രാത്രിയിലും ഓരോ പകലിലും ഏതൊക്കെയോ അളവുകളിൽ അള്ളാഹുവിനെ എന്നെ പ്രിയപ്പെട്ടവനാക്കി തീർക്കുവാൻ നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ശതമാനത്തിൽ, അതിന്റെ വലുപ്പത്തിൽ, അതിന്റെ അളവുകളിൽ ചിലപ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. സാധ്യമായ രൂപത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാൻ, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ ഒരുപാട് അകലത്ത് നിർത്തുവാൻ, പരമാവധി അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ ശ്രമിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്. ഇനിയും വരാനിരിക്കുന്ന ഓരോ പുതിയ ദിവസങ്ങളിലും ഓരോ പുതിയ മാസങ്ങളിലും അള്ളാഹുവിലേക്ക് തന്നെ ചേർന്ന് നിൽക്കുവാൻ, അവന്റെ പ്രിയപ്പെട്ട മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള ഇന്ധനമാണ്, അതിനുള്ള മൂലധനമാണ് കഴിഞ്ഞ റമദാനിൽ നമ്മൾ നേടിയിരിക്കുന്നത്. ഞാൻ ഈ ഖുത്ബയിൽ നിങ്ങളോട് പറയുന്നത്, നമ്മൾ നേടിയെടുത്ത വളരെ സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ഒട്ടുമേ കൈവിടാതെ അതീവ ജാഗ്രതയോടുകൂടി നമ്മളുടെ കൂടെ നിർത്തി മുന്നോട്ട് പോകുന്നതിൽ നമ്മൾ വിജയിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നിർബന്ധ നമസ്കാരങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ തിരക്കുകൾക്കിടയിലും, എല്ലാ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും 30 ദിവസം 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് എന്ന് മാത്രമല്ല, അതിന്റെ അവ്വൽ വക്തിൽ ജമാഅത്തായിട്ട് നിർവഹിക്കുവാൻ പരിശ്രമിച്ചവരാണ് നമ്മളൊക്കെ. ചിലപ്പോൾ ചില ഒഴിവ് കഴിവുകളോ ചില വീഴ്ചകളോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ നമ്മളിൽ അധിക പേരും ആ കാര്യത്തിൽ വിജയിച്ചവരാണ്. അതിനെ നമ്മൾ പിന്തുടർത്തണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ, ഈമാനികമായ അവന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ, എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ വേണ്ടായികയിൽ നിന്നും ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുന്നതിൽ ഇത്രമാത്രം ഒരാൾക്ക് കരുത്തു നൽകുന്ന മറ്റൊരു കർമ്മമില്ല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിങ്ങൾ സ്വലാത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ മ്ലേച്ഛവൃത്തികളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങളെ തടുത്തു നിർത്തുവാൻ ആവശ്യമായ കഴിവും കരുത്തുമുള്ള ഇബാദത്താകുന്നു നമസ്കാരം. അള്ളാഹുവിന്റെ റസൂൽ മരണാസന്നനായിരിക്കെ എന്താണ് റസൂൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനമായിട്ട് പറയുന്ന വാക്ക് എന്ന് കേൾക്കുവാൻ സഹാബികൾ കാതുകൂർപ്പിച്ച് റസൂലിന്റെ അടുക്കലിരുന്നു. റസൂൽ വിട പറയുമ്പോൾ പറഞ്ഞ വർത്തമാനങ്ങളിൽ ഒന്ന് അസ്വലാ, 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 നമസ്കാരം, നമസ്കാരം. ഒരു മനുഷ്യനിൽ ജീവന്റെ തുടിപ്പ്, ആ തുടിപ്പാണ് യഥാർത്ഥത്തിൽ നമസ്കാരം. അതുകൂടി അറ്റുപോയാൽ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പറയുന്നത് ഒരുപാട് ഇഴകളുള്ള ഒരു കയറാണ്. ആ കയറിൽ നിന്ന് എല്ലാ ഇഴകളും അഴിഞ്ഞുപോയി അവസാനം അഴിയുന്ന അതിന്റെ ഇഴ എന്ന് പറയുന്നത് അത് സ്വലാത്താണ്. സ്വലാത്ത് കൂടി നമസ്കാരം കൂടി ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനി കാണേണ്ടവർക്കൊക്കെ കാണാം, ഇയാൾക്ക് ജീവനറ്റു എന്നതാണ്. അതുകൊണ്ട്
ഒരു മാസം അതീവ ജാഗ്രതയോടുകൂടി നാം ഏറ്റെടുത്ത, അതീവ ഗൗരവത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത അവ്വലു വക്തിലെ സ്വലാത്ത് എന്നതിനെ വിട്ടുവീഴ്ചയില്ലാതെ മുറുകെ പിടിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമതായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. രണ്ടാമതൊരു കാര്യം വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധമാണ്. റമദാനിൽ ഒരാവൃത്തി വിശുദ്ധ ഖുർആൻ വായിച്ചു തീർത്തവരാണ്, പാരായണം ചെയ്തു തീർത്തവരാണ് നമ്മളിൽ അധികവും. ചിലരെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ കുറച്ചു ഭാഗങ്ങളെങ്കിലും വളരെ വിശദാംശങ്ങളോടുകൂടി വായിച്ചു പഠിച്ചു മനസ്സിലാക്കിയവരാണ്. മറ്റു ചിലരാകട്ടെ ഖുർആനിനെ ചിലപ്പോൾ ഹിഫ്ളാക്കുവാൻ വേണ്ടി ശ്രമിച്ചവരാണ്. വേറെ ചിലർ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ സംഭവങ്ങളും ചരിത്രങ്ങളും കഥകളുമൊക്കെ വായിച്ചെടുക്കുവാൻ ശ്രമിച്ചവരാണ്. നമ്മൾ അറിയേണ്ടത് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് അറ്റുപോകുന്നതിന്റെ അതിൻ്റെ ഒരു ഗ്യാപ്പ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളും ഖുർആനും രണ്ട് തട്ടിലായി പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തആഹദു ഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പതിവാക്കണം. റസൂൽ ഉദാഹരിക്കുന്നത് ഒരൊട്ടകം അതിന്റെ കയറ് പൊട്ടിച്ചിട്ട് ചാടിപ്പോകുന്നതിനേക്കാൾ വേഗതയിൽ വിശുദ്ധ ഖുർആൻ ഒരാളിൽ നിന്ന് ഇറങ്ങിപ്പോകും, ചാടിപ്പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരാള്, അയാൾ അറബി ഭാഷയിൽ ഒരുപക്ഷെ വലിയ പാണ്ഡിത്യമുള്ള ഒരാൾ, പക്ഷെ അയാൾ 1 മാസോ 2 മാസോ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ നോക്കി പാരായണം ചെയ്യാൻ പോലും അയാൾക്ക് കഴിയില്ല. കുറച്ചൊരു കാലതാമസം എടുക്കും. ഖുർആൻ എങ്ങനെയാണ്? ഖുർആനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം അത് വലിയ ഗ്യാപ്പുകൾ അതിൽ വന്നു പോയാൽ, വലിയ വിള്ളിച്ചകൾ അതിൽ വന്നു പോയാൽ അതിനെ ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുക എന്നത് അല്പം ശ്രമകരമായ കാര്യമാണ്. അതുകൊണ്ട് ഖുർആനുമായിട്ടുള്ള ബന്ധം വിശുദ്ധമായ റമദാനിൽ അതിനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്, പല രൂപത്തിൽ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ ബന്ധം ഒരിക്കലും അറ്റുപോകാതെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ സഹാബികൾ വന്നിട്ട് ചോദിച്ചല്ലോ, പ്രവാചകരെ, നാട്ടിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ്, എന്താണ് നമ്മൾ ചെയ്യുക? റസൂല് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഈ കിതാബിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. നിങ്ങളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും ഹുക്കുമുകളെ നിങ്ങൾക്ക് ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ കഴിയും. വഹുവ ഹബ്ലുൽ മതീൻ, അള്ളാഹുവുമായിട്ട് ഒരിക്കലും അറ്റുപോകാതെ നിങ്ങളെ അള്ളാഹുവിലേക്ക് ചേർത്ത് നിർത്തുന്ന കയറാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. ഈ കിതാബുള്ളയെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് റസൂൽ സഹാബികളോട് പറഞ്ഞു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വിശേഷിച്ചും പുതിയ കാലത്ത് സാഹചര്യങ്ങൾ മുസ്ലിം സമൂഹത്തിന് അനുകൂലമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ വിശേഷിച്ചും പുതിയ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടാക്കളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് എങ്കിൽ നിലവിലെ കാലത്തിന്റെയും നിലവിലെ സാഹചര്യത്തിന്റെയും വെറും അടിമകളും ദുർബലരുമായി പോകാതെ പുതിയ കാലഘട്ടങ്ങളെയും പുതിയ സാഹചര്യങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്ന സൃഷ്ടാക്കളായിട്ട് നമുക്ക് മാറണമെങ്കിൽ ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ നമ്മൾ കയ്യിലേന്തുക എന്നത് മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. അതാണ് രണ്ടാമതായിട്ട് ഉണർത്താനുള്ളത്. മൂന്നാമതൊരു കാര്യം, റമദാനിൽ നമ്മളാരും നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ആളുകളല്ല. നമ്മളൊക്കെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ മഹല്ലിന് വേണ്ടി, ഇസ്ലാമികമായ സംരംഭങ്ങൾക്ക് വേണ്ടി കൂടി ജീവിച്ച ആളുകളാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. വിശ്വാസികൾ എന്നത്, മുസ്ലിം സമൂഹം എന്നത് അവരുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് അവരുടെ കാര്യങ്ങളിലൂടെ ജീവിച്ചു പോയി അങ്ങനെ മരിച്ചു പോകേണ്ട ഒരു സമൂഹമല്ല. മറിച്ച് ഈ നാടിനു വേണ്ടി, ഈ സമൂഹത്തിനു വേണ്ടി, ഈ ചുറ്റുവട്ടത്തിനു വേണ്ടി ഒരു ചെറുതെങ്കിലും ചെറുതായ ഒരു തിരികൊളുത്തി അവർക്ക് വെളിച്ചം നൽകേണ്ടവരാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്. നമ്മളൊരു മാസം റമദാനിലൂടെ കടന്നു വന്നപ്പോൾ മഹല്ല് നമ്മുടെ മുമ്പിൽ ഒരു അജണ്ടയായിരുന്നു. പ്രയാസപ്പെടുന്ന അഗതികളായ ആളുകൾ നമ്മുടെ മുമ്പിൽ അജണ്ടയായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ധാരാളക്കണക്കിന് വരുന്ന വലിയ വലിയ പദ്ധതികളെ വിജയിപ്പിച്ചെടുക്കുക എന്നത് നമ്മളുടെ ഒരു അജണ്ടയായിരുന്നു.
ഉമ്മത്ത് മുസ്ലിമക്ക് വേണ്ടി, പ്രിയപ്പെട്ട നമ്മളുടെ നാടിനു വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി ധാരാളമായിട്ട് നമ്മൾ ഉള്ളുരുകി മനസ്സലിഞ്ഞ് നമ്മൾ ദുആയിരുന്നിട്ടുണ്ട്. നമ്മൾ നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സമൂഹത്തിന് വേണ്ടി കൂടി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളൊക്കെ വ്യത്യസ്ത സംഘടനകളിലും വ്യത്യസ്ത തുറകളിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മൾ അറിയണം, നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കൂടി ഉള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഈ 3 കാര്യങ്ങൾ, ഒന്ന്, സ്വലാത്തുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധം, അള്ളാഹുവിന്റെ വിശുദ്ധ കലാമിനെ അതിനെ പുറത്തു നിർത്താതെ അതിനെ നമ്മളോട് ചേർത്തു വെക്കുവാൻ, ഈ 2 ആത്മീയമായ കരുത്തിലൂടെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് വേണ്ടി കൂടി ജീവിക്കുവാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ ആധ്യാത്മികമായ വളരെ സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞിടത്തെല്ലാം സമൂഹത്തിന്റെ സുഭിക്ഷത, സമൂഹത്തിന് കൊടുക്കേണ്ട അന്നത്തെക്കുറിച്ച്, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഒക്കെ ഇസ്ലാം പറഞ്ഞത് നമുക്ക് കാണുവാൻ കഴിയും. അഖീമുസ്സലാ എന്ന് പറഞ്ഞാൽ വആത്തുസ് സക്കാ. നിങ്ങൾ ആത്മീയമായ ഉത്തുംഗതയിലെ നമസ്കാരം നിർവഹിക്കുമ്പോഴും വആത്തുസ് സക്കാ, നിങ്ങളുടെ ചുറ്റുവട്ടത്തിന്റെ സാമ്പത്തിക ഉന്നമനം നിങ്ങളുടെ ലക്ഷ്യമാകണം. നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പുറത്ത് ഫിത്ർ സക്കാത്തിനെ കുറിച്ച് പറയുന്നു. നോമ്പെടുക്കാൻ കഴിവില്ലാത്തവരെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യേണ്ടത്? അഗതികളായ മനുഷ്യന്റെ ദാരിദ്ര്യത്തെ അകറ്റാൻ അവൻ അന്നം കൊടുക്കലാണ് നിങ്ങളുടെ നോമ്പെടുക്കാത്തവനുള്ള പ്രതിവിധി എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ശേഷം അള്ളാഹു പറയുന്നത്, ഹജ്ജ് നിങ്ങൾ പൂർത്തീകരിച്ചാൽ ബലിയറുക്കണം നിങ്ങൾ മൃഗത്തെ, എന്നിട്ടോ അതിന്റെ ഒരു തുള്ളി രക്തം പോലും, ഒരു കഷ്ണം മാംസം പോലും അള്ളാഹുവിന് വേണ്ടതില്ല, നിങ്ങൾ മനുഷ്യരിലേക്ക് ഇറങ്ങി അവരിലേക്ക് നിങ്ങൾ അതിനെ കൊടുക്കണം. നമ്മൾക്ക് മാത്രമുള്ളതല്ല, നമ്മൾ ചുറ്റുവട്ടത്തെ മുഴുവൻ സമൂഹത്തിനുമുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാമികമായി, വിശേഷിച്ചും പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമികമായി ജീവിക്കുവാൻ, ദീനീപരമായി ജീവിക്കുവാൻ, ആ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം പകർന്നു നൽകുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പടച്ച തമ്പുരാൻ അതിനുള്ള തൗഫീഖ് നൽകി എന്നെ, നിങ്ങളെ, നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളും മുഅ്മിനുകളുമായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷകരമായ ഈ പെരുന്നാൾ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചത് പ്രകാരം ആഘോഷിക്കുവാനുള്ള സാഹചര്യം നൽകി അല്ലാഹു നമ്മളെ തുണക്കുമാറാകട്ടെ. ഈ ദിവസം ഈദ്ഗാഹിൽ വരാൻ കഴിയാതെ, ജുമുഅ നമസ്കാരത്തിന് പള്ളികളിൽ വരാൻ കഴിയാതെ ആരോഗ്യപരമായി പ്രയാസമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ഒക്കെയുണ്ട്. പടച്ച തമ്പുരാൻ അവർക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ആരോഗ്യവും ആയുസ്സും അവർക്കും നമുക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, നാട്ടുകാർ, പടച്ചവനെ അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി പണിയെടുത്തതിൻ്റെ പേരിൽ ഒട്ടനേകം ആളുകൾ ജയിലുകളിൽ പ്രയാസം അനുഭവിച്ച് കഴിയുന്നുണ്ട്. അവർക്ക് നീ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കൂടുതൽ സബ്ർ നൽകി, കൂടുതൽ ഈമാൻ നൽകി അവരെയും അവരുടെ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഉമ്മത്ത് മുസ്ലിമയെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സദഖകൾ, സകാത്തുകൾ, ദിക്റുകൾ, ദുആവുകൾ എല്ലാം പടച്ചവനെ നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ തമ്പുരാനെ. എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ മനുഷ്യനെന്ന നിലക്ക് ആ കർമ്മങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ നാഥ.
ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ തൊഴിലിൽ, ഞങ്ങളുടെ സമ്പാദ്യത്തിൽ, ഞങ്ങളുടെ മക്കളിലൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഹൈറും കൂടുതൽ ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം സന്തോഷത്തോടുകൂടി നിന്നെ കാണുവാൻ, പടച്ചവനെ, നിന്നെ കണ്ട് ഹിസാബില്ലാതെ നാളെ നിന്റെ സ്വർഗത്തിലെത്തിച്ചേരുവാൻ നീ തുണക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ولا تشفي خلقنا بالنار، ولا تجعلنا من حطب النار. اللهم زدنا علما نافعا وعملا متقبلا ورزقا حلالا. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.